ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. നമ്മുടെ പ്ലസ് വണ്ണിലുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ഇന്ന് പഠിക്കാൻ പോണത്. ഓക്കെ, ഇതില് മൊത്തത്തില് ഒരു 5 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിലവിൽ 5 ടോപ്പിക്കാണ് നമുക്ക് നിലവിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ആകെ ഇത് ഒരു 5 ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എസ്എ ക്വസ്റ്റ്യൻ വരുന്ന ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ചോദ്യങ്ങളാണ്. അതായത് ഞാൻ പറയാ വേരിയസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് നമ്മൾക്ക് ഇവിടെ 5 പോയിന്റ് മെയിൻ ആയിട്ട് അഞ്ചെണ്ണത്തിനെ കുറിച്ച് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, രണ്ടാമത്തെ ജോയിന്റ് ഹിന്ദു ഫാമിലി, മൂന്നാമത്തെ പാർട്ട്ണർഷിപ്പ്, നാലാമത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി, അഞ്ചാമത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഈ 5 എണ്ണമാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇതില് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 5 എണ്ണം പഠിക്കുന്ന പോലെ തന്നെ ഈ 5 എണ്ണത്തിന് മെറിറ്റ്സ് പഠിക്കണം, ഫീച്ചേഴ്സ് പഠിക്കണം, ഡിമെറിറ്റ്സ് പഠിക്കണം. ഈ 5 കാര്യങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം? മെറിറ്റ്സ്, ഫീച്ചേഴ്സ്, ഡിമെറിറ്റ്സ്. അതേപോലെ തന്നെ വേറൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറിറ്റ്സും ഫീച്ചേഴ്സും ഒരുമിച്ച്, അതായത് ചില സമയത്ത് ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മെറിറ്റ്സ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ചോദിക്കുള്ളൂ. അപ്പോ ആ ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമ്മൾ മെറിറ്റ്സ് മറന്നുപോയി വിചാരിക്കാം. മെറിറ്റ്സ് മറന്നുപോകുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം? ഫീച്ചേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് തരും. അപ്പോൾ ഒരുപാട് ഞാൻ വലിച്ചു കിട്ടണില്ല. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞ് ഒരു 3 ടോപ്പിക്കേ ഇന്ന് എടുക്കുള്ളൂ. ആകെ 3 ടോപ്പിക്കായിരിക്കും നമ്മ ഇന്ന് എടുക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ആദ്യത്തെ 3 ടോപ്പിക്കായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുക. അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ആൻഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഈ 3 ടോപ്പിക്കിൽ നിന്ന് നമ്മൾ സെറ്റ് ആയിട്ട് പഠിക്കും. ഭയങ്കര എളുപ്പമാണ് ഈ 3 ടോപ്പിക്ക്. ബാക്കിയുള്ള 2 ടോപ്പിക്കുള്ളൂ. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഈ 3 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ സെറ്റാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. പറയണ കാര്യങ്ങൾ അപ്പൊ തന്നെ എവിടെ നോട്ട് ചെയ്ത് വെക്കുക. എക്സാമ്പിൾ പറയുമ്പോ ആ ഡെഫിനിഷന് താഴെ ആ എക്സാമ്പിളൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമന്റ് ഇട്ടാലും മതി. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം പഠിക്കാൻ പോണത് നമ്മ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഞാൻ വായിച്ചുതരാം. പുതിയൊരു വേർഡ് അത് കേൾക്കണം. അതായത് ഞാൻ വായിച്ചുതരാം, കേട്ടോട്ടോ. എ ബിസിനസ് ഈസ് ഓണേഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ പേഴ്സൺ ആസ് നോൺ ആസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ബിസിനസ് നടത്തുന്നത് ഒരാളായിരിക്കും, ഒരൊറ്റ ഒരാള്. അതായത് കൺട്രോൾ ചെയ്യണതും മാനേജ് ചെയ്യണതും ഇതൊക്കെ ഒരൊറ്റ ഒരാള് മാത്രമുണ്ട്. നീ നോക്കി ഒരു പടം കൊടുത്തല്ലേ ഞാനിവിടെ. ഇയാളതെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പുറത്തെ കൊണ്ട് ഒരു കാര്യങ്ങൾ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ടൈം മാനേജ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഐഡിയാസ് ഉണ്ടാക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഈ ഒരൊറ്റ ഒരാളാണ് ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുപോവുക. അതായത് എല്ലാ കാര്യങ്ങളും, അതായത് ഒരു കമ്പനിയിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഒരൊറ്റ ഒരാളേക്കും. അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പ്ലേ പഠിച്ചു വെക്കും. ഓക്കെ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എ ബിസിനസ് ഈസ് ഓണേഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ പേഴ്സൺ. സിംഗിൾ പേഴ്സൺ, ഒരു വ്യക്തി ഈസ് നോൺ ആസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. കേട്ടോടാ. The person who owned this type of business is called sole trader. അതായത് ഇയാളെ വേറൊരു പേര് കൂടിയും പറയും, സോൾ ട്രേഡർ. ഓക്കെ, എന്താ പറയാ? സോൾ ട്രേഡർ. പ്ലേ പഠിച്ചു വെച്ചോട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം പറയണ കാര്യം, ആദ്യം ഞാൻ പറഞ്ഞു എന്തിനെ കുറിച്ച്, ഏത് ഫോം ഓഫ് ബിസിനസ് ആദ്യം പഠിക്കണം? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഓക്കെ, അപ്പോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ അടുത്തൊരു പേരാണ് സോൾ ട്രേഡർ. സോൾ ട്രേഡർ ഇവിടെ ബിസിനസ് നടത്തുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഒരു സിംഗിൾ പേഴ്സൺ, ഒരൊറ്റ വ്യക്തി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാ? അത് എന്ത് ബിസിനസ് ആണെന്ന് പറയാ? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന്, ഡെഫിനിഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ആണ്. അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത്. കണ്ടോടാ, ഞാൻ ആദ്യം ഫീച്ചേഴ്സിന് പോയിന്റ് മാത്രം വായിച്ചിടാം. അതായത് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഡെഫിനിഷൻ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ ഡെഫിനിഷൻ ആണ്. അതായത് മെയിൻ ഹെഡിങ് നമ്മൾ എഴുതിയപ്പോൾ ഒരു 5 മാർക്കിന് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ഫീച്ചേഴ്സ് മാത്രം ചോദിക്കുക. അല്ലെങ്കിൽ 4 മാർക്കിന് 3 മാർക്കിന് ചോദിക്കണം. 4 മാർക്കിന് ചോദിക്കണം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ഫീച്ചേഴ്സ് 4 മാർക്കിന് ചോദിക്കണം. അപ്പൊ നമുക്ക് നിലവില് 4 പോയിന്റ്സ് മാത്രം എന്ത് ചെയ്താൽ പോരാ? എഴുതിയാൽ പോരാ. 4 പോയിന്റ്സ് മാത്രം എഴുതിയാൽ പോരാ. പകരം എന്തുകൂടി ചെയ്യണം? നമ്മൾ അതിന്റെ ഓരോ പോയിന്റ്സ് എഴുതിയതിനു ശേഷം അതിന് കറക്റ്റ് ആയിട്ട് ആ പോയിന്റ്സിന്റെ ഒക്കെ ഡെഫിനിഷനോട് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ടോട്ടൽ ആ 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കുറെ കുട്ടികൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആൻസർ പേപ്പർ നോക്കുമ്പോൾ കണ്ടുള്ള കാര്യങ്ങൾ പലരും എന്ത് എഴുതി വെക്കും? ഈ പോയിന്റ്സ് മാത്രം എഴുതി വെക്കും. 4 മാർക്ക് 4 പോയിന്റ്സ് മാത്രം എഴുതി വെക്കും. അതുകൊണ്ട് ഒരു ഉപകാരമില്ലടാ, ഒരു ഉപകാരമില്ല.
ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഈ ഹെഡിങ്ങും പഠിക്കണം, അതേപോലെ തന്നെ താഴെയുള്ള എന്തും പഠിക്കണം, ഡെഫിനിഷനും പഠിക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ആദ്യത്തെ പോയിന്റ് പറയുകയാണ്, വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. ഞാൻ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ, അതായത് സോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു വൺ മാൻ ഓണർഷിപ്പ് ആണ്. അതായത് ഇവിടെ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്, അതേപോലെ തന്നെ ഇത് കൺട്രോൾ ചെയ്യുന്നതും ഒരു മാൻ ആണ്, ഒറ്റ പേഴ്സൺ. ഓക്കെ, അപ്പൊ ഞാൻ ഡെഫിനിഷൻ വായിച്ചതാ. എ സോൾ ട്രേഡർ ഈസ് ദി സിംഗിൾ ഓണർ ആൻഡ് മാനേജർ ഓഫ് ദി ബിസിനസ്. സിംഗിൾ ഓണർ ആൻഡ് മാനേജർ ഓഫ് ദി ബിസിനസ്. ഡൗട്ടില്ലല്ലോ അവിടെ അല്ലെ. അപ്പൊ ഏറ്റവും ആദ്യത്തെ പോയിന്റ് പഠിച്ചു, വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോള്. നമ്മുടെ ഡെഫിനിഷനിൽ നിന്ന് കിട്ടാം അല്ലെ, ഡെഫിനിഷൻ എടുത്താണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ് വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. ഇവിടെ ബിസിനസ് നടത്തുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒറ്റ വ്യക്തിയാണ്. ഓക്കെ, ഇനി അടുത്തത് ഫോർമേഷൻ ആൻഡ് ക്ലോഷ്യൂർ. ഫോർമേഷൻ തുടങ്ങാൻ, ക്ലോഷ്യൂർ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ. ഓക്കെ, ദി ഫോർമേഷൻ ഓഫ് എ സോൾ ട്രേഡിംഗ് ഈസ് വെരി ഈസി. അതായത് ഈ ബിസിനസ് തുടങ്ങാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് ഇപ്പോ എനിക്ക് എക്സാമ്പിൾ ആയിട്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങണം, എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ മോട്ടീവ്, ഞാൻ എന്താ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. അപ്പൊ എനിക്ക് വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമുണ്ടോ മക്കളെ? ഇല്ല, അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം ഞാൻ ഒരു സോൾ ട്രേഡർ ആണ്. അപ്പൊ എന്റെ ഇഷ്ടത്തിന് എനിക്കൊരു ബിസിനസ്, എന്റെ കയ്യിൽ ഫണ്ട് ഉണ്ട്, ക്യാഷ് ഉണ്ട്. അപ്പൊ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പെട്ടെന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ, എനിക്ക് വേറെ അഭിപ്രായങ്ങളൊന്നും ആരോടും ചോദിക്കേണ്ടി വരൂല. എന്റെ ഇഷ്ടത്തിന് എന്ത് ചെയ്യും, എനിക്ക് ആ ബിസിനസ് നടത്താൻ പറ്റും അല്ലെ. അപ്പോ ഏറ്റവും ആദ്യത്തെ പോയിന്റ്, ദി ഫോർമേഷൻ ഓഫ് എ സോൾ ട്രേഡർ ഈസ് വെരി ഈസി. സോൾ ട്രേഡിംഗ് ഈസ് വെരി ഈസി. അതായത് ഈ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ സോൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ബിസിനസ് തുടങ്ങാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ദി ഫോർമേഷൻ ഓഫ് എ സോൾ ട്രേഡിംഗ് ഈസ് വെരി ഈസി. ദർ ഈസ് എ നോ ലീഗൽ ഫോർമാലിറ്റി ടു ഫോം ആറ്റ് ക്ലോസേഴ്സ് സോൾ ട്രേഡിംഗ്. അതായത് ക്ലോസ് എ സോൾ ട്രേഡിംഗ്. ഓക്കെ, തുടങ്ങാനും അവസാനിപ്പിക്കാനും പെട്ടെന്ന് പറ്റും. നോ ലീഗൽ ഫോർമാലിറ്റി. എന്തില്ല? ലീഗൽ ഫോർമാലിറ്റീസ് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചോ, ഫോർമേഷൻ ആൻഡ് ക്ലോഷ്യൂർ കേട്ടോ. 2 പോയിന്റ് പറഞ്ഞു പോയിട്ടുള്ളൂ, 2 പോയിന്റ് പറഞ്ഞുള്ളൂ. സ്പീഡിലൊന്നും പറഞ്ഞു പോണില്ല, പതുക്കെ പറഞ്ഞു പോണുള്ളൂ നമ്മ. ഓക്കെ, ആദ്യത്തെ പോയിന്റ് വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. രണ്ടാമത്തെ പോയിന്റ് ആണ് ഫോർമേഷൻ ആൻഡ് ക്ലോഷ്യൂർ അല്ലെ. അപ്പൊ ആദ്യത്തെ പോയിന്റ് പഠിച്ചത്, ദി സോൾ ട്രേഡിംഗ് ഈസ് ദി സിംഗിൾ ഓണർ ആൻഡ് മാനേജർ ഓഫ് ദി ബിസിനസ്. രണ്ടാമത്തത് ഫോർമേഷൻ ആൻഡ് ക്ലോഷ്യൂർ. The formation of sole trading is very easy. There is no legal formality to form a close a sole trading. Okay. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് lack of business continuity. Lack of business continuity. അതായത് തുടർച്ച ഉണ്ടാകില്ല ഇവിടെ. എന്തുകൊണ്ടാണ് തുടർച്ചയില്ലാത്തത്? കാരണം ഇവിടെ ഞാനിപ്പോ ഒരു സോൾ ട്രേഡർ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഒരു സോൾ ട്രേഡർ ആണ്. അപ്പോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ബിസിനസ് ആരാ ഇനി നടത്തിക്കൊണ്ടുപോവുക? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഞാനൊരു സോൾ ട്രേഡർ ആണ്. എനിക്ക് വേറെ പാർട്ട്നേഴ്സോ വേറെ ആരും ഇല്ല. ഞാൻ ഒറ്റക്കാണ് ഈ ബിസിനസ് ഇന്ന് ചെയ്യുന്നത്. അപ്പോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ ബിസിനസ് എന്തുണ്ടാവില്ല? കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അത് അവിടെ വെച്ച് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആയി പോകും കേട്ടോ. നമുക്ക് ഡെഫിനിഷൻ വായിക്കാം. Death, insolvency, etc. of a single sole trader cause a discontinuity of the business. അതായത് എന്താ? മരണങ്ങൾ കാരണം എന്ത് പറ്റും? മരണം എന്ത് വന്നാലും ഇപ്പൊ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാല്, അപ്പോ ആ ഒരു കാരണം മൂലം എന്താ, നമുക്ക് ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ആയി ചെയ്ത് പോവാൻ പറ്റില്ല. അപ്പൊ ആലോചിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല. ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ, നമ്മൾ ചെയ്തുകൊണ്ട് സോൾ ട്രേഡിംഗിൽ എന്ന് പറയുന്ന ബിസിനസ്സിൽ ആ നടത്തുന്ന ഓണറിന് എന്തിന് സംഭവിച്ചു കഴിഞ്ഞാല് ആ ഒരു ബിസിനസ്സിൽ എന്തുണ്ടാവില്ല? കണ്ടിന്യൂറ്റി ഉണ്ടാകില്ല. 3 പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞു പോയത്. 3 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. മൂന്ന് പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഏറ്റവും ആദ്യത്തെ പോയിന്റ് നോക്കി, വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. ഇപ്പൊ തന്നെ പഠിച്ചു പോകണം. വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. രണ്ടാമത്തത് ഫോർമേഷൻ ആൻഡ് ക്ലോഷ്യൂർ. മൂന്നാമത്തെ ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. ഇനി അടുത്ത പോയിന്റ് ആണ് അൺലിമിറ്റഡ് ലൈബിലിറ്റി. കേട്ടിട്ടുണ്ടാവൂല അല്ലെ? എവിടെ കേട്ടണം? അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ നമുക്ക് എന്താ ഒരു സബ്ജക്ട് കൂടി ഉണ്ട് പഠിക്കാനായിട്ട് അല്ലെ. അപ്പോ അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലൈബിലിറ്റി എന്താണെന്ന് അല്ലെ. അൺലിമിറ്റഡ് ലൈബിലിറ്റി, അൺലിമിറ്റഡ് കുറെ അധികം ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ കടം. ഓക്കെ, അപ്പോ the liability of the sole proprietorship is unlimited. In the case of loss, the personal properties can be used to pay the business liability. അതായത് ഇവിടെ ലൈബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഇത് നോക്കേണ്ട
നോക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആർക്കാണ്? നമ്മൾ ഈ സോൾ ട്രേഡറിനാണ് അല്ലെ. അപ്പോ നമുക്ക് വേറെ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ലൈബിലിറ്റി ഡിവൈഡ് ചെയ്ത് നമുക്ക് പറ്റും അല്ലേ. അപ്പോ ഇവിടെ ഒരു ഒറ്റ വ്യക്തി മാത്രമാണ് ഈ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരുമ്പോ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. അവനാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവൻ ആ ചെയ്യുന്ന ബിസിനസ്സിൽ ലൈബിലിറ്റി വന്നു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോയിട്ടുള്ള ഫണ്ട് അവന്റെ കയ്യിലേ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്ത് അവിടുന്ന് പെട്ടെന്ന് ഒരു ലൈബിലിറ്റി ആണെങ്കിൽ അവൻ പ്രതീക്ഷിച്ചിരിക്കേണ്ടാവില്ല, അതായത് ഇത്ര തരം ഫണ്ട് വേണമെന്ന്. അപ്പോ ആ ബിസിനസ് ലൈബിലിറ്റി തീർക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യും? അവന്റെ ആ പേഴ്സണൽ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ചാൻസ് ഉണ്ടാവും, വിൽക്കാൻ ചാൻസ് ഉണ്ടാവും. അതായത് നോക്കി, the liability of sole proprietorship is unlimited. In the case of loss, his personal property can be used to pay the business liability. അതായത് ബിസിനസ് ലൈബിലിറ്റി തീർക്കാൻ വേണ്ടി അവന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി എന്താണോ അതിൽ നിന്ന് എന്ത് ചെയ്യാം? എടുക്കാം. ഓക്കെ, പേഴ്സണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സേവിങ് ആവാം, അല്ലെങ്കിൽ വല്ല പറമ്പോ ലാൻഡ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിറ്റിട്ട് അല്ലെങ്കിൽ റെന്റിന് കൊടുത്തിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, 4 പോയിന്റ് ആണ് പറഞ്ഞു പോയത്. 4 പോയിന്റ് ആണ് പഠിച്ചോളൂ. എന്തിന്റെ ഫീച്ചേഴ്സ് ഒന്നും കൊടുക്കണ്ട. എന്തിനാണ്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ 4 ഫീച്ചേഴ്സ്, 4 പോയിന്റ് ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ. ഒന്ന്, 1 man ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. രണ്ടാമത്തത് എന്താ? ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി, അൺലിമിറ്റഡ് ലൈബിലിറ്റി. അഞ്ചാമത് പ്രോഫിറ്റ് ഷെയറിംഗ് കേട്ടോ. ഓക്കെ, ഞാൻ വായിക്കാം. there is only one owner in the sole trading. All surplus goes to him. അതായത് സർപ്ലസ് എന്ന് പറഞ്ഞാൽ മിച്ചം വരുന്ന ഫണ്ട് കേട്ടോ. മിച്ചം. ഓക്കെ, മിച്ചം. ഓക്കെ, likewise always losses have to be suffered by him alone. അതായത് നേരത്തെ മുന്നത്തെ പോയിന്റ് പറഞ്ഞു എന്താ? ലൈബിലിറ്റി വരുമ്പോ ഈ ലൈബിലിറ്റി എല്ലാം ആർക്കുള്ളതാണ്? നമ്മുടെ സോൾ ട്രേഡറിന് മാത്രമുള്ളതാണ്. അതേപോലെ തന്നെ സർപ്ലസ് എന്ന് പറഞ്ഞാൽ മിച്ചം വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ട് ബിസിനസ്സിൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് കുറെ എംപ്ലോയീസിന് സാലറി കൊടുത്തു, ബിൽഡിംഗ് റെന്റ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ എക്സ്പെൻസ് ഒക്കെ തീർത്ത ശേഷം കുറച്ച് മിച്ചം വരുന്ന ഫണ്ട് നമ്മുടെ ആർക്കുള്ളതാണ്? സോൾ ട്രേഡിനുള്ളതാണ്. അതായത് അത് ആർക്കെടുക്കാം? നമ്മുടെ ഇവിടുത്തെ ഓണറിന് എടുക്കാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കാണ്. 5 പോയിന്റ് ആണ് പഠിച്ചത്. 5 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് 1 man ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. 1 man ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ, ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി, ആൻഡ് ലാസ്റ്റ് പ്രോഫിറ്റ് ഷെയറിംഗ്. സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണോടാ? ഒന്ന് സെറ്റ് ആക്കണോണ്ടാ, വേഗമാക്കണം. കാരണം നമുക്കിത് ഭയങ്കര എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഈ മെയിൻ ഹെഡിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഡെഫിനിഷൻ ഒക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും അല്ലെ. അപ്പോ ആദ്യ ഡെഫിനിഷൻ പറഞ്ഞ ഓർക്കണ്ട വിചാരിക്കുകയാണ്. എ ബിസിനസ് ഈസ് ഓണർഡ് ആൻഡ് മാനേജ്ഡ് കൺട്രോൾ ബൈ എ സിംഗിൾ പേഴ്സൺ ഈസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. അതേപോലെ തന്നെ the person who owned this type of business is called sole trading. അതുകൊണ്ടാണ് എന്തും പറയും? സോൾ ട്രേഡിംഗ്. ഈ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളെ സോൾ ട്രേഡ് അല്ലെങ്കിൽ സോൾ ട്രേഡർ എന്നുകൂടിയും പറയാൻ പറ്റും. ഫീച്ചേഴ്സ് പഠിച്ചു കേട്ടോ. ഫീച്ചേഴ്സ് പഠിച്ചില്ലേ? ഇതൊന്നും പറയണ്ടല്ലോ അല്ലെ. ഇനി അടുത്തത് ഇതിന്റെ ഡീമെറിറ്റ്സ്. ഓക്കെ, ഡീമെറിറ്റ്സ് പറയണം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ്, ഡീമെറിറ്റ്സ്. ഓക്കെ, മെറിറ്റ്സ് ഉണ്ട്. മെറിറ്റ്സും നിങ്ങൾ അത് തന്നെ പഠിച്ചാൽ മതി. മെറിറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? ഫീച്ചേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. മെറിറ്റ്സ് ചോദിക്കുകയാണെങ്കിലും എന്തായിട്ട് എഴുതാൻ പറ്റും? ഫീച്ചേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഏറ്റവും ആദ്യം ലിമിറ്റഡ് റിസോഴ്സസ്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് റിസോഴ്സസ്. ഏറ്റവും ബേസിക്, അതായത് ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റിസോഴ്സ് എന്ന് പറഞ്ഞാല് അവിടുത്തെ ഫണ്ടാണ്. കയ്യിലുള്ള മണീനാണ് ഏറ്റവും ലിമിറ്റ്. അതായത് ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫണ്ടാണ്, ക്യാഷ് ആണ്. ഓക്കെ, അപ്പോ റിസോഴ്സസ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർ ആർ ലിമിറ്റഡ് ടു ഹിസ് പേഴ്സണൽ സേവിങ് ആൻഡ് ബോറോയിങ് ഫ്രം അതേഴ്സ്. ബോറോയിങ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയ ഫണ്ട് കേട്ടോ. ഓക്കെ, the resources of sole proprietor are limited. അതായത് പൊതുവെ ഇവിടത്തെ നമ്മുടെ സോൾ ട്രേഡറിന്റെ റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും. അതായത് കിട്ടുന്ന വരുമാനം ലിമിറ്റഡ് ആയിരിക്കുള്ളൂ. അതേപോലെ തന്നെ ടു ഹിസ് പേഴ്സണൽ സേവിങ് ആൻഡ് ബോറോയിങ് ഫ്രം അതേഴ്സ്. അതായത് ഇവിടെ കടം വന്നു കഴിഞ്ഞാൽ അത് തീർക്കാനായിട്ട് ഈ പുള്ളിക്കാരൻ എന്തെടുക്കണം? പേഴ്സണൽ സേവിങ്സ് എടുക്കേണ്ടി വരും. അതായത് സോൾ ട്രേഡറിന്റെ എന്തെടുക്കേണ്ടി വരും? പേഴ്സണൽ സേവിങ്സ് എടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ അതുകൊണ്ടും കടം തീർന്നില്ല നമ്മൾ എന്ത് ചെയ്യും? കടം വാങ്ങും. ബോറോയിങ് ഫണ്ട്, ബോറോയിങ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങാന്ന് അർത്ഥം. കടം വാങ്ങിയ ഫണ്ട് അല്ലെ. അപ്പോ ആദ്യത്തെ പോയിന്റ് ലിമിറ്റഡ് റിസോഴ്സസ്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്താ മക്കളെ?
ലിമിറ്റഡ് റിസോഴ്സസ് പഠിക്കണം. കണ്ടാ അതില് റിസോഴ്സസ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർ ആർ ലിമിറ്റഡ് ടു ഹിസ് പേഴ്സണൽ സേവിങ്സ് ആൻഡ് ബോറോയിങ് ഫ്രം അതേഴ്സ്. അപ്പോ ഇവിടുത്തെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മണിയാണ്. അപ്പോ ഈ മണിക്ക് ലോസ് അല്ലെങ്കിൽ നമുക്ക് എന്താ ബിസിനസ്സിൽ ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ അത് നികത്താൻ വേണ്ടി നമുക്ക് എന്ത് വാങ്ങാം? നമ്മുടെ പേഴ്സണൽ സേവിങ്സ് എടുക്കാനും പറ്റും. പേഴ്സണൽ സേവിങ് എടുക്കുകയും വേണം. അതേപോലെ തന്നെ എന്തും വാങ്ങാം? കടവും വാങ്ങും. ഓക്കെ, ഇനി അടുത്ത ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ്. ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ്. ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അതായത് അതിനൊരു കാലാവധി ഉണ്ട് അല്ലെ? ഓഫ് ബിസിനസ്, ലൈഫ് ഓഫ് ബിസിനസ്. ഈ ഒരു ബിസിനസ്സിന് ഒരു കാലാവധി ഉണ്ട്. കാരണം ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് പറഞ്ഞത് നോക്കി, ഡെത്ത്, ഇൻസോൾവൻസി ഓഫ് എ പ്രൊപ്പറേറ്റർ അഫക്ട് ദി ബിസിനസ് ആൻഡ് ക്യാൻ ബി ലീഡ് ടു ഇറ്റ്സ് ക്ലോഷർ. അതായത് ഇവിടെ നമ്മുടെ സോൾ ട്രേഡറിന്റെ മരണം മൂലം നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റൂല? കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ 2 പോയിന്റ് പഠിച്ചേട്ടാ. ഒന്നാമത്തെ ലിമിറ്റഡ് റിസോഴ്സസ്, ആദ്യത്തെ ലിമിറ്റഡ് റിസോഴ്സ്, രണ്ടാമത്തെ ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ്, ആൻഡ് മൂന്നാമത്തെ അൺലിമിറ്റഡ് ലൈബിലിറ്റി. അൺലിമിറ്റഡ് ലൈബിലിറ്റി നേരത്തെ പറഞ്ഞ ഈ പോയിന്റ് അൺലിമിറ്റഡ് ലൈബിലിറ്റി പറഞ്ഞല്ലേ? ഓക്കെ, the liability of a sole trading is unlimited. In the case of closed personal property can be used to pay the business liability. പറയണ്ടല്ല അല്ലെ? അതായത് 3 പറഞ്ഞു. ആദ്യത്തത് എന്താ? ലിമിറ്റഡ് റിസോഴ്സസ്, ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ്, അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇനി ലിമിറ്റഡ് മാനേജറൽ ലയബിലിറ്റി. ദി സോൾ ട്രേഡർ മേ നോട്ട് ബി ആൻ എക്സ്പെർട്ട് ഇൻ എവറി അസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ്. അതായത് ഇവിടെ ഒരു വ്യക്തിയുണ്ട്, ഞാൻ പറഞ്ഞു ഒരൊറ്റ വ്യക്തിയാണെന്ന് പറഞ്ഞു അല്ലെ? ഒരൊറ്റ വ്യക്തിയാണെന്ന് പറഞ്ഞു. ഈ ഒരൊറ്റ വ്യക്തി എല്ലാ മേഖലയിലും എക്സ്പെർട്ട് ആയിരിക്കുമോ? ആയിരിക്കൂല അല്ലെ? ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ടാവും. അപ്പോ ആ എല്ലാ കുട്ടികൾക്കും പാട്ട് പാടാൻ പറഞ്ഞാൽ പറ്റൂ? പറ്റില്ല. ഡാൻസ് കളിക്കാൻ പറ്റൂ? പറ്റില്ല. വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കാൻ പറ്റൂ? ഇല്ല അല്ലെ? അപ്പോ അതിൽ നിന്ന് നമ്മ 1-2 പേര് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നമ്മളോട് ഒന്ന് പറയാണ് പാട്ട് പാടാൻ പറ്റുമെങ്കിൽ നമുക്ക് പാട്ട് പാടാൻ പറ്റൂല അല്ലെ? അല്ലെങ്കിൽ ഒന്ന് എന്താ പറയാ, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ പറ്റും? അതും പറ്റൂല. പക്ഷെ വരയ്ക്കാൻ പറയണ്, അപ്പൊ വരയ്ക്കാൻ അറിയാം, അപ്പൊ അത് ചെയ്യാം. അപ്പൊ നമുക്ക് ഏറ്റവും ചില കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പേർട്ട് ആയിട്ടിരിക്കുക. ചില കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പേർട്ട് ആയിരിക്കാം. അപ്പോ ഇവിടുത്തെ ആ ഒരു ഒറ്റ വ്യക്തി എല്ലാ മേഖലയിലും എന്തായിരിക്കില്ല? എക്സ്പേർട്ട് ആയിരിക്കില്ല. ചിലപ്പോ ആ വ്യക്തിക്ക് നല്ലോണം എന്ത് ചെയ്യാൻ അറിയായിരിക്കും? പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്യാൻ അറിയായിരിക്കും. ചിലപ്പോ ആ ഒരു വ്യക്തിക്ക് എന്തറിയില്ലായിരിക്കും? മാർക്കറ്റിംഗ് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ സെയിൽസ് അറിയില്ലായിരിക്കും. പക്ഷെ അവൻ എക്സ്പേർട്ട് ആയിട്ട് നിൽക്കുന്നത് എവിടെയാ? പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റിലാണ്. അത്ര ഉള്ള വ്യത്യാസം. അതായത് ചില ഡിപ്പാർട്ട്മെന്റ് വെച്ച് നോക്കുമ്പോ ആ ഡിപ്പാർട്ട്മെന്റിൽ അയാൾ എന്തായിരിക്കും? എക്സ്പെർട്ട് ആയിരിക്കും. ചിലതിൽ എന്തായിരിക്കില്ല? എക്സ്പെർട്ട് ആയിരിക്കില്ല. ഓക്കെ, അപ്പോ ഡിമെറിറ്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ചോദിക്കാം ഫീച്ചേഴ്സും ഡിമെറിറ്റ്സും ചോദിക്കാം കേട്ടോ. അതേപോലെ തന്നെ ഫീച്ചേഴ്സും മെറിറ്റ്സ് ചോദിച്ചാൽ എന്ത് എഴുതാൻ പറ്റും? ഫീച്ചേഴ്സ് എഴുതാൻ പറ്റും. ഓക്കെ, പഠിക്കണം കേട്ടോ. ഏറ്റവും ആദ്യം പഠിച്ചത് മറക്കരുത്. ആദ്യം പഠിച്ചത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, വേറൊരു പേര് സോൾ ട്രേഡിങ്. ഫീച്ചേഴ്സ് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, ഫീച്ചേഴ്സ് പറഞ്ഞു, ശേഷം ഡിമെറിറ്റ്സ് പറഞ്ഞു. ഇനി അടുത്തത് തുടങ്ങിക്കോട്ടെ, ശ്രദ്ധിച്ചിരിക്കാൻ മക്കളെ. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത എന്താണ് നോക്കാം? അടുത്തത് ജോയിന്റ് ഹിന്ദു ഫാമിലി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണോ കേട്ടോ. ഞാൻ വായിക്കാം കേട്ടോ. It refers to the form of organization wherein the business is owned and carried only on by the members of the Hindu undivided family. It is governed by the Hindu law. The business is controlled by the head of the family who is the eldest member and is called Karta. All members have equal ownership right over the property. ഇവിടെ ശ്രദ്ധിച്ചോട്ടെ മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. ഭയങ്കര എളുപ്പമാണ്. കൂട്ടുകുടുംബം നടക്കണം. കൂട്ടുകുടുംബം പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ കാണാനുണ്ടാവുന്ന കൂട്ടുകുടുംബം. ഇപ്പൊ എന്താ? ഇപ്പൊ അവിടെ ഞാൻ കുറേ ചുരുക്കമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ എന്റെ വീടിന്റെ അടുത്തൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാല് ആകെ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ ഓർമ്മയിൽ ആരുമില്ല. എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് വീടിക്കുക അല്ലെ? ഇപ്പോ എനിക്കൊരു ഫാമിലി എന്ന് പറഞ്ഞപ്പോ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, അങ്ങനെ ഒരു 3-4 പേര് 5 പേരൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബമാണ്. അതായത് അവരെ ആ ഒരു ജനറേഷൻ മൊത്തം എന്തുണ്ടാവും? ആ ഒരു വീട്ടിലുണ്ടാവും. അപ്പോ ഇവിടെ പഠിക്കാനുള്ള ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ
ഒരു കൂട്ടുകുടുംബമാണ്. എന്താ? It refers to a form of organization where the business is owned and carried on by the members of the Hindu undivided family. അതായത് ഇവരായിരിക്കും ഈ ഒരു കൂട്ടുകുടുംബത്തിൽ ഇവരിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവരായിരിക്കും ആ ബിസിനസ് നോക്കാം. അതായത് നോക്കുന്നതും അതേപോലെ തന്നെ എന്താ അത് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം the business is controlled by the head of the family who is eldest member and is called കർത്ത. അതായത് ഇവിടത്തെ ഫാമിലിയുടെ ഏറ്റവും എൽഡസ്റ്റ് മെമ്പർ ആയിട്ടുള്ള ഒരാളായിരിക്കും ഈ ബിസിനസ് ആയാലും അതേപോലെ തന്നെ ഇവിടത്തെ കുടുംബത്തിനെ ആയാലും ഒരുമിച്ച് കൊണ്ടുപോവുകയും അതേപോലെ തന്നെ ഈ ബിസിനസ് നോക്കി നടത്തുകയും ചെയ്യുന്നത് എൽഡസ്റ്റ് മെമ്പർ. അപ്പോ ആ ഒരു വ്യക്തിനെ നമ്മൊരു പേര് പറയും കർത്ത എന്ന് പറയും. ഓക്കെ, എന്താ പറയാ? കർത്ത. പഠിച്ചു? ഒന്നുമില്ല, ജോയിൻ ഹിന്ദു ഫാമിലി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകുടുംബമാണ്. അതൊരു ബിസിനസ് ആണ്. അതായത് എന്താ? It refers to a form of organization wherein the business is owned and carried on by the members of the Hindu undivided family. ഇവിടുത്തെ മെമ്പേഴ്സ് തന്നെയായിരിക്കും ആ ഒരു ബിസിനസ് നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു കുടുംബത്തിലെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള മെമ്പർ ആയിരിക്കും ഈ ബിസിനസ് നോക്കി നടത്താം. ഓക്കെ, ഏറ്റവും കൺട്രോൾ ചെയ്യും ബിസിനസ് നോക്കി നടത്തുകയൊക്കെ ചെയ്യണത്, എല്ലാ കാര്യം ചെയ്യണത് ഇവിടുത്തെ ഒരു എൽഡസ്റ്റ് മെമ്പർ ആയിരിക്കുള്ളൂ. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ഡൗട്ട് ഇല്ലല്ലോ അല്ലെ? പെട്ടെന്ന് പഠിക്കാൻ പറ്റൂലേ? അപ്പൊ ആദ്യം പഠിച്ചത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഓർക്കണം, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അവിടെ ബിസിനസ് കൺട്രോൾ ചെയ്യണതും മാനേജ് ചെയ്യണതും ഒരു വ്യക്തി, ഒറ്റ വ്യക്തി ട്ടോ. ഇനി അടുത്ത രണ്ടാമത് പഠിച്ചെന്താ? ജോയിന്റ് ഹിന്ദു ഫാമിലി. ഇതൊരു എന്താ? ഫാമിലി നടത്തുന്ന ഒരു ബിസിനസ് ആണ്. അതൊരു കൂട്ടുകുടുംബം പോലെയാണെന്ന് പറയാം. ഓക്കെ, അപ്പോ ഇതില് ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള മെമ്പർ ആയിരിക്കും ഈ ഒരു ബിസിനസ് നോക്കി നടത്തുക. ഏറ്റവും എൽഡസ്റ്റ് മെമ്പറില, അതായത് ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സിൽ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള മെമ്പർ ആയിരിക്കും ഈ ഒരു ബിസിനസ് നോക്കി നടത്തുന്നത്. അയാളെ മറ്റൊരു പേര് കൂടിയും പറയും. നമ്മൾ എന്താ പറയാ? കർത്ത എന്ന് പറയും. എന്താ പറയാ? കർത്ത. നോക്കി, all members have equal ownership right over the property. എല്ലാവർക്കും ഈ ഒരു പ്രോപ്പർട്ടിയിൽ എന്തുണ്ട്? അവകാശമുണ്ട്. എല്ലാവർക്കും ഈ ഒരു പ്രോപ്പർട്ടിയിൽ എന്തുണ്ട് മക്കളെ? അവകാശമുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണോട്ടാ. ഇനി ഫീച്ചേഴ്സിലേക്ക് പോവാട്ടോ. ഫീച്ചേഴ്സിലേക്ക് പോവാ. ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാണ്, കൺട്രോള് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, ഓർക്കണ്ട. കുറച്ചു മുമ്പ് എന്താ പറഞ്ഞതെന്ന് ഓർക്കണ്ട. നമ്മുടെ ഈ ഒരു പാഠത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. പാഠത്തിന്റെ മീൻസ് ഈ ഒരു ടോപ്പിക്കിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. ഇവിടെ കൺട്രോൾ ചെയ്യണ ആരാ? നോക്കിയേ, ദി ബിസിനസ് ഈസ് കൺട്രോൾഡ് ബൈ ദി ഹെഡ് ഓഫ് ദി ഫാമിലി. ആരാ ഹെഡ് ഓഫ് ദി ഫാമിലി എന്ന് പറയുന്നത്? എൽഡസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ആരാ? കർത്തയാണ് അല്ലെ? അപ്പോ ഇവിടെ ഏറ്റവും ആദ്യം കൺട്രോൾ ഓഫ് ദി ബിസിനസ് വിത്ത് ദി കർത്ത, ബിസിനസ് ലൈസ് വിത്ത് ദി കർത്ത. ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടുത്തെ മെമ്പറിൽ തന്നെ ഏറ്റവും എൽഡസ്റ്റ് മെമ്പർ ആയിട്ടുള്ളതായിരിക്കും ആരാ? കർത്തയാണ് ഇവിടെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. കണ്ടിന്യൂറ്റി തുടർച്ച. ഈ ഒരു ബിസിനസ്സിന് തുടർച്ച ഉണ്ടോ എന്ന് ചോദിക്കണം. നമുക്കൊന്ന് ഡെഫിനിഷൻ വായിച്ചു നോക്കാം. ഈ ഒരു കഴിഞ്ഞൊരു ടോപ്പിക്കില് നമ്മൾ കണ്ടിന്യൂറ്റി പറഞ്ഞപ്പോ അവിടെ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്ന ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി ആയിരുന്നു. എന്താണ്? അവിടെ ഒറ്റ വ്യക്തിയാണ് ബിസിനസ് നോക്കി നടത്തുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാവില്ല, കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഒരു ഫാമിലിയാണ്, ആലോചിക്കണോട്ടാ. അതായത് സെയിം മെറിറ്റ്സിലും ഫീച്ചേഴ്സിലും ഉണ്ട്. ഈ മെറിറ്റ്സിലൊക്കെ മിക്കതും എന്താ? സെയിം പോയിന്റ്സ് ആണ്. പക്ഷേ അവിടെ എന്ത് വ്യത്യാസമുണ്ട്? അവിടെ വ്യത്യാസമുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഡെഫിനിഷൻ എല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. അതൊന്നും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അതായത് ഓരോ ടോപ്പിക് പറയുമ്പോഴും ഓരോരോ സാഹചര്യമാണ്, ഓരോരോ മാറ്റങ്ങളാണ്. നേരത്തെ പറഞ്ഞത് ലാക്ക് ഓഫ് എന്താ? വീണ്ടും പറഞ്ഞു കണ്ടിന്യൂറ്റി. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി പറഞ്ഞു. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താ? തുടർച്ച. അവിടെ പഠിച്ച് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. അപ്പൊ സോൾ ട്രേഡിംഗ് ആണെന്ന് പറഞ്ഞാൽ ആലോചിക്കണം. സോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വ്യക്തിയാണെന്നുള്ള ആലോചിക്കണം. ഒറ്റ വ്യക്തി പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് കണ്ടിന്യൂറ്റി ഉണ്ടാകില്ല. ഇവിടെ പക്ഷെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു കുടുംബത്തിലെ മെമ്പേഴ്സ് ആണ് നോക്കി നടത്തുന്നത്. ശരിയല്ലേ? എന്താ നോക്കി നടത്താൻ? ഒരു കുടുംബത്തിലെ മെമ്പേഴ്സ് ആണ് ഇതെല്ലാം നോക്കി നടത്താൻ. അപ്പോ ഇവിടുത്തെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ദി ബിസിനസ് കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ദി കർത്ത ആസ് ദി നെക്സ്റ്റ് എൽഡസ്റ്റ് മെമ്പർ ടേക്സ് അപ്പ് ദി പൊസിഷൻ ഓഫ് ദി കർത്ത. അതായത് ഇവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിലവിലുള്ള കർത്ത മരിച്ചു പോയി കഴിഞ്ഞാല്, ഇപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ ആ ഒരു ഫാമിലിയിലെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള മെമ്പർ മരിച്ചു പോയി കഴിഞ്ഞാല് അടുത്തതാരാണോ ആ ഫാമിലി ഏറ്റവും എൽഡസ്റ്റ് മെമ്പർ അവരായിരിക്കും ഈ ഒരു പൊസിഷനിലേക്ക് വരാം.
അപ്പോ അതിനുശേഷം ഇപ്പോൾ ഉള്ള മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നത് എന്തായിരിക്കും, ആരായിരിക്കും? ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള മെമ്പർ ആയിരിക്കും. ആ ബിസിനസ് എന്ത് ചെയ്യുക, നോക്കി നടത്താം. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പഠിച്ച് എളുപ്പത്തിൽ പഠിച്ചു പോകാൻ പറ്റും. അതായത് എന്താ, ഇപ്പൊ എൽഡസ്റ്റ് ആയിരിക്കുന്ന ഒരു മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരാൻ പോണത് ഏറ്റവും ആ ഫാമിലി എൽഡസ്റ്റ് മെമ്പർ ആരാണോ അതായിരിക്കും വരാൻ പോണത്. ഓക്കെ ആണെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, രണ്ട് പോയിന്റ് പഠിച്ചുള്ളൂ, കൺട്രോളും കണ്ടിന്യൂറ്റി. ഇവിടെ കൺട്രോൾ ചെയ്യണ ആരാ? കറുത്ത. കണ്ടിന്യൂറ്റി ഉണ്ടോ? കണ്ടിന്യൂറ്റി ഉണ്ട്. എന്താ പറയാൻ കാരണം? കണ്ടിന്യൂ പറയാൻ കാരണം എന്താണ്? ഇവിടെ ആ മെമ്പർ, ആ ഒരു കറുത്ത മരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും എൽഡസ്റ്റ് മെമ്പർ ആരാണോ അയാളേക്ക് ബിസിനസ് നോക്കി നടത്താം. എഫക്റ്റീവ് കൺട്രോൾ കേട്ടോ. ദി കർത്ത ഹാസ് അബ്സല്യൂട്ട് ഡിസിഷൻ മേക്കിംഗ് പവർ. ദിസ് അവോയ്ഡ് കോൺഫ്ലിക്ട്സ് എമംഗ് ദി മെമ്പേഴ്സ്. കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങൾ കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോട്ടാ, ഇവിടെ ഏറ്റവും വലിയ ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് ആർക്കുള്ളതാ? കർത്തക്കുള്ളതാണ്. അതായത് ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. അതായത് ഈ ഒരു കുടുംബത്തിൽ കുറെ അംഗങ്ങൾ ഉണ്ടാവും, അത്യാവശ്യം കൂടുതൽ അംഗങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൊരു ടോപ്പിക് അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഐഡിയയോ എന്നുള്ള കാര്യം പറയുമ്പോ ഇവിടെ കുറെ അഭിപ്രായങ്ങൾ വരും, ശരിയല്ലേ? ഇപ്പൊ കുറെ അഭിപ്രായങ്ങൾ, ഇപ്പൊ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു കാര്യം ചോദിക്കുകയാണ്, ഒരു പുതിയൊരു ടോപ്പിക്കിന് അല്ലെങ്കിൽ പുതിയ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയ ഒരു കാര്യം, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇവിടുന്നായിട്ട് കുറെ അഭിപ്രായങ്ങൾ വരും, അല്ലെ? അതേപോലെ തന്നെ ഈ ഒരു കുടുംബത്തില് ഒരു കാര്യം പറയുമ്പോൾ കുറെ അധികം അഭിപ്രായങ്ങൾ വരും. അപ്പോ ആ അഭിപ്രായങ്ങൾ മൂലം എന്ത് വരാൻ ചാൻസ് ഉണ്ട്? നമ്മുടെ മെമ്പേഴ്സ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറയുന്ന അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, നിങ്ങൾ പറയുന്ന അഭിപ്രായം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പൊ നമ്മൾ തമ്മിൽ എന്ത് വരും? ഒരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം നടന്നു തുടങ്ങും, അല്ലെ? അപ്പോ ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർത്ത എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു മെമ്പേഴ്സിനെ എല്ലാവരെയും ഒത്തൊരുമയോടെ ഒരേപോലെ കൊണ്ട് നടക്കാന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കാരണം വെച്ചാൽ അത്രയും വലിയ കുടുംബമാണ്. ആ അത്രയും വലിയ കുടുംബത്തില് ഒരാളെ മാത്രം സെപ്പറേറ്റ് അല്ലെങ്കിൽ എന്താ ഒരാൾക്ക് മാത്രം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ബാക്കിയുള്ളവരൊന്നും എന്ത് ചെയ്യും? അവർക്കൊന്നും നമ്മൾ ചെയ്തു കൊടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല അവിടെ. അപ്പൊ അതേപോലെ ഇവിടെ കറക്റ്റാണ് എല്ലാ കാര്യങ്ങളും നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓർക്കുണ്ടാവോ? എന്താ ഡെഫിനിഷൻ പറഞ്ഞ എന്താ നോക്കി? ഓൾ മെമ്പേഴ്സ് ഹാവ് ഈക്വൽ ഓണർഷിപ്പ് റൈറ്റ് ഓവർ ദി പ്രോപ്പർട്ടി. എല്ലാവർക്കും എന്തുണ്ട്? ഈ പ്രോപ്പർട്ടിയിൽ അവകാശമുണ്ട്. അതേപോലെ തന്നെ എന്താ എല്ലാവർക്കും കൊടുക്കുമ്പോ മീൻസ് മെമ്പേഴ്സ് നമ്മൾ ഒരു കാര്യം ഒരു ബോണസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ആയിട്ട് ഒരു ബോണസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ബോണസ് കൊടുക്കുമ്പോൾ ഒരേപോലെ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താ? പ്രശ്നത്തിനെ കുറിച്ചാണ്, കോൺഫ്ലിക്ട്സ്, അല്ലെ? അതായത് ദി കർത്ത ഹാസ് അബ്സല്യൂട്ട് ഡിസിഷൻ മേക്കിംഗ് പവർ. ഇവിടെ ഏറ്റവും വലിയ ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത് കർത്തക്ക് മാത്രമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു പ്രശ്നങ്ങൾ, അതായത് നമ്മൾ ഐഡിയാസ് ചോദിക്കുമ്പോൾ അവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ എന്ത് കൊടുക്കുക? നമ്മുടെ ഈ ഒരു കർത്തക്ക് എന്ത് കൊടുക്കുക? കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഏറ്റവും മൂത്ത ആളല്ലേ, മൂത്ത ആളെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ബഹുമാനിക്കും. ഓക്കെ, അപ്പോ സെറ്റ് ആണെന്ന് വിചാരിക്കണം. 3 വരി ഞാൻ കുറച്ച് വലിച്ചിട്ട് പറയണമെന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോ ആദ്യത്തെ പോയിന്റ് കൺട്രോള്, രണ്ടാമത്തെ കണ്ടിന്യൂറ്റി, എഫക്റ്റീവ് കൺട്രോൾ. സെറ്റ് ആണോ മക്കളെ? കൺട്രോൾ ചെയ്യണത് കർത്ത അല്ലെ? കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിന്യൂറ്റി ഉണ്ട്. കാരണം എന്താ? ഇപ്പോൾ ഉള്ള കർത്ത നിലവിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടുത്തെ അടുത്ത എൽഡസ്റ്റ് മെമ്പർ ആരാണോ അവരായിരിക്കും അടുത്ത അർത്ഥം. ഓക്കെ, എഫക്റ്റീവ് കൺട്രോൾ ആണോ? കൺട്രോൾ ഉണ്ട്. ആരാ ഡിസിഷൻ മേക്ക് ചെയ്യണത്? ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസിഷൻ പവർ എടുക്കാനുള്ള ആർക്കാ അധികാരം? കർത്തക്കാണ് അധികാരം. ഓക്കെ, അപ്പൊ എന്തുണ്ടാവില്ല? ദിസ് അവോയ്ഡ് ദി കോൺഫ്ലിക്ട്സ് എമംഗ് ദി മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, ഇൻക്രീസ് ലോയാലിറ്റി ആൻഡ് കോഓപ്പറേഷൻ. ദി ബിസിനസ് ഈസ് റൺ ബൈ ദി മെമ്പേഴ്സ് ഓഫ് ഫാമിലി. ദർ ഈസ് എ ഗ്രേറ്റ് സെൻസ് ഓഫ് ലോയാലിറ്റി ടുവേർഡ്സ് വൺസ് അതർ. അതായത് ഞാൻ പറഞ്ഞു, കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞു അല്ലെ, ഒരു കുടുംബം നടത്തിക്കൊണ്ടുപോകുമ്പോൾ, ഒരു വലിയൊരു കുടുംബം നടത്തിക്കൊണ്ടുപോകുമ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറഞ്ഞാല് ഒരേപോലെ ഒത്തൊരുമയോടെ, അതെ ഒത്തൊരുമ വേണ്ടേ? ഒത്തൊരുമ വേണം, സത്യസന്ധത, എല്ലാ കാര്യങ്ങളും ഓരോരുത്തർ തമ്മിൽ വേണം. കാരണം വെച്ചാല് എനിക്ക്, അതായത് ഇപ്പോ എന്താ പറയാ, എക്സാമ്പിൾ പറയുക വെച്ചാല് ഞാനിപ്പോ ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലിയില, ഞാൻ കറുത്ത, എക്സാമ്പിൾ ഞാനാണ് കറുത്ത, അവിടുത്തെ കറുത്ത ഞാനാണ്. ഓക്കെ, അവിടുത്തെ കറുത്ത ഞാനാണ്. അപ്പോ ആ ഒരു കാര്യത്തില് ആ കർത്ത എന്റെ താഴെ കുറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോ അതിൽ 2 ഫാമിലി മെമ്പേഴ്സിന് എനിക്ക് ഭയങ്കര എന്താ കാര്യമാണ്. അവരെനിക്ക് എന്താ എന്റെ സ്വന്തം എന്റെ എല്ലാ കാര്യത്തിലും കൊടുക്കും. അപ്പോ ഞാൻ അവർക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് കുറെ കാര്യം ചെയ്തു കൊടുക്കും. അങ്ങനെ പാടുണ്ടോ? ഇല്ലല്ല. കാരണം കൊടുക്കുമ്പോ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം. അതായത് ഓരോരുത്തരെ മാത്രം നോക്കി നിർത്തി അല്ലെങ്കിൽ ഓരോരുത്തരെ മാത്രം ഇതാക്കി അവർക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് ഓരോ കാര്യം ചെയ്തു കൊടുക്കരുത്.
കാരണം അത് ഇവിടുത്തെ മെമ്പേഴ്സിന്റെ എല്ലാം ഉണ്ടാവും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഇവിടെ ഈ ഒരു ഒത്തൊരുമയോടെ എല്ലാ കാലം കൊണ്ടുപോകണമെങ്കിൽ ബിസിനസ് അടക്കം റൺ ചെയ്ത് പോകണമെങ്കിൽ കൊടുക്കണ കാര്യം ഓരോരുത്തർക്കും കൊടുക്കണ കാര്യം ഒരേപോലെ ആയിരിക്കണം. അതേപോലെ തന്നെ എല്ലാവർക്കും എന്താണ് ഒരു ലോയാലിറ്റി, കോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തൊരുമ എല്ലാം വേണം. അവിടുത്തെ മെമ്പേഴ്സ് തമ്മിൽ എല്ലാം കോ ഓപ്പറേഷൻ വേണം, ലോയാലിറ്റി വേണം, അല്ലെ, റെസ്പെക്ട് വേണം, എല്ലാം വേണം. എന്നാൽ മാത്രമേ ഈ ബിസിനസ് ആയാലും ഈ ഒരു ഫാമിലി ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ 4 പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. 4 പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഏറ്റവും ആദ്യത്തത് കൺട്രോള്, രണ്ടാമത്തത് കണ്ടിന്യൂറ്റി, മൂന്നാമത്തത് എഫക്റ്റീവ് കൺട്രോള്, ദെൻ നാലാമത്തത് ഇൻക്രീസ്ഡ് ലോയാലിറ്റി ആൻഡ് കോഓപ്പറേഷൻ. സെറ്റ് ആണെന്ന് വിചാരിക്കേണ്ട മക്കളെ, സെറ്റ് ആണെന്ന് വിചാരിക്കണേ. അടുത്തത് ഡീമെറിറ്റ്സ്. ഓക്കെ, പറഞ്ഞു പോവാം. ലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ട്, അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കർത്ത് ഉണ്ട്, പിന്നെന്താ ലിമിറ്റഡ് മാനേജർ സ്കിൽ ഉണ്ട്, ഡൊമൈൻസ് ഓഫ് കർത്ത് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തത് ലിമിറ്റഡ് റിസോഴ്സസ്. ഇറ്റ് ഫേസ് ദി പ്രോബ്ലംസ് ഓഫ് ലിമിറ്റഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് തുടങ്ങാൻ ഉപയോഗിക്കുന്ന ഫണ്ട് ക്യാപിറ്റൽ. ഓക്കെ, ആസ് ഡിപ്പെൻഡ് ഓൺ മെയിൻലി ഓൺ പേഴ്സണൽ പ്രോപ്പർട്ടി. അതായത് നോക്കിയേ, ഇറ്റ് ഫേസ് ദി പ്രോബ്ലംസ് ഓഫ് ലിമിറ്റഡ് ക്യാപിറ്റൽ ആസ് ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ മെയിൻലി ഓൺ പ്രോപ്പർട്ടി. അതായത് ഇവിടെ ഏറ്റവും ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും വലിയ കാര്യം? റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫണ്ടാണ്. അപ്പോ ഇവിടെ റിസോഴ്സിന് വല്ല ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ഫാമിലി പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു വലിയൊരു കുടുംബമാണ്. ഇവിടെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അടുത്തത് അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കർത്ത. ഞാൻ വായിക്കാണ്. His personal property can be used to repay business debts. Debts എന്ന് പറഞ്ഞ കടങ്ങൾ എന്താ? അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കർത്ത. ഇവിടെ ഏറ്റവും കൂടുതൽ ഫാമിലി മെമ്പേഴ്സിനേക്കാളും കൂടുതൽ ലയബിലിറ്റി വരുന്ന ആർക്കാ? കർത്തക്കാണ്. ഏറ്റവും കൂടുതൽ ലയബിലിറ്റി വരുന്ന ആർക്കാണ്? കർത്തക്കാണ്. കാരണം ഹിസ് പേഴ്സണൽ പ്രോപ്പർട്ടി ക്യാൻ ബി യൂസ്ഡ് ടു റീപേ ബിസിനസ് ഡെബ്റ്റ്സ്. ബിസിനസ്സിൽ കടം വന്നു കഴിഞ്ഞാല്, അല്ലെ, ആ കർത്തയുടെ പേഴ്സണൽ പ്രോപ്പർട്ടി എടുത്തിട്ടാണ് എന്ത് ചെയ്യാനത്? റീപേ ചെയ്യാനായിട്ട്, അല്ലെ. അതായത് ആ കടം തീർക്കാനായിട്ട് ആരെ പ്രോപ്പർട്ടി എടുക്കണം? നമ്മുടെ കർത്തയുടെ പേഴ്സണൽ പ്രോപ്പർട്ടി എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിച്ചത് ലിമിറ്റഡ് റിസോഴ്സസ്. എന്താ പഠിച്ചേ? ലിമിറ്റഡ് റിസോഴ്സസ്. രണ്ടാമത്തത് അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കർത്ത. അടുത്തത് ഡൊമൈൻസ് ഓഫ് കർത്ത. There is a possibility of difference of opinion among the members of the joint family. ഇവിടെ പല ഡൊമൈൻസ്, അതായത് ഇവിടെ ഞാൻ പറഞ്ഞു ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ മെമ്പേഴ്സിനുള്ള പല ഒപ്പീനിയൻസ് വരും, അല്ലെ. അപ്പൊ ചില സമയത്ത് കറക്റ്റ് എടുക്കുന്ന ഡിസിഷൻസ് എന്താവില്ല, കറക്റ്റ് ആവില്ല. കാരണം എന്താ? നമ്മ ഒരു കാര്യം മാത്രം ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു വ്യക്തി, ഫാമിലി മെമ്പേഴ്സില്ല, ഒരു വ്യക്തി നമ്മളോട് പറയാണ്, അത് ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു ഐഡിയ വരും, വേറൊരു ഐഡിയ വരും. അപ്പൊ ഞാൻ ഈ ഒരു വ്യക്തിയുടെ ഐഡിയ മൊത്തത്തിൽ ഞാൻ എടുക്കാണ്ട് മറ്റൊരു വ്യക്തിയുടെ ഐഡിയ എടുക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ആ ജോയിന്റ് ഹിന്ദു ഫാമിലി നോക്കിയേ, there is a possibility of difference of opinion among the members of the joint Hindu family. അവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു പ്രശ്നത്തിൽ കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഒപ്പീനിയൻസ് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ലിമിറ്റഡ് മാനേജറിയൽ സ്കില്ല്. ഓർക്കുന്നുണ്ട് എവിടെ? ലിമിറ്റഡ് മാനേജറിയൽ സ്കില്ല് ഓർക്കുന്നുണ്ടോ? സോൾ ട്രേഡിംഗിൽ ലിമിറ്റഡ് മാനേജറിയൽ സ്കില്ല് ഓർക്കണ്ട? എന്താ പറഞ്ഞേ? അവിടുത്തെ ഒരൊറ്റ ട്രേഡറാണ്, അല്ലെ, ഒറ്റൊരു മാനാണ്. അവിടെ അവന്റെ മാനേജർ സ്കില്ല് എങ്ങനെയായിരിക്കുള്ളൂ? എല്ലാ ഇതിലും എക്സ്പേർട്ട് ആണോ? അല്ല. കാരണം എന്താ? ഒരു വ്യക്തി എല്ലാ മേഖലയിലും എന്തല്ല, എക്സ്പേർട്ട് അല്ല. പക്ഷെ ഇവിടെ നോക്കാം, ലിമിറ്റഡ് മാനേജർ സ്കിൽ. ഞാൻ വായിക്കാം. The Karta was not an expert in all area of the management. അതായത് ഇവിടത്തെ കർത്തയും എന്തല്ല, കർത്ത എന്ന ഒരു വ്യക്തിയാണ്. ഒരു കർത്ത എന്ന് പറഞ്ഞ വ്യക്തി എല്ലാ മേഖലയിലും എക്സ്പേർട്ട് ആണോ? അല്ല. കാരണം എന്താ? ഈ ചില സമയത്ത് ഈ കർത്ത പ്ലാൻ ചെയ്യാനായിട്ട് എന്തായിരിക്കും നല്ലൊരു ഇതായിരിക്കും. സെയിൽസിൽ എന്തായിരിക്കും കർത്ത ആൾക്ക് ചെയ്യാൻ അറിയില്ല, സെയിൽസിൽ അറിയില്ല. അപ്പോ എല്ലാ സ്ഥലത്തും എല്ലാ മേഖലയിലും നമ്മുടെ കർത്ത എക്സ്പേർട്ട് അല്ല. ഓക്കെ,
അപ്പോ ഈ ഒരു 4 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയും എന്ത് ചോദിക്കാറുണ്ട്? ഫീച്ചേഴ്സ് ചോദിച്ചാൽ എന്താ, മെറിറ്റ്സ് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഫീച്ചേഴ്സ് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ലിമിറ്റേഷൻസ് പറഞ്ഞാൽ ഡിമെറിറ്റ്സ് ആണ്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിമെറിറ്റ്സ് ആണ്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിമെറിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓടിച്ച് എല്ലാം കൂടി ഒന്ന് പറയണ്ടേട്ടാ, ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് ബിസിനസ് ഓർഗനൈസേഷൻ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ ഏറ്റവും ആദ്യം പഠിച്ച പോയിന്റ് ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പും രണ്ടാമത്തത് ജോയിന്റ് ഹിന്ദു ഫാമിലിയും. മറക്കരുത്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നടത്തുന്ന ബിസിനസ്സിനാ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. അത് കൺട്രോൾ ചെയ്യണതും മാനേജ് ചെയ്യണതും ആ ഒരൊറ്റ വ്യക്തി ആയിരിക്കും. രണ്ടാമത് പറഞ്ഞ കാര്യം അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഫീച്ചേഴ്സിൽ ഏറ്റവും ആദ്യം പറഞ്ഞ വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ, ഇത് നടത്തുന്നതും എന്താ അതേപോലെ തന്നെ നോക്കിക്കൊണ്ട് കൺട്രോൾ എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരിക്കും. ഇവിടുത്തെ ആ ഒരു ബിസിനസ്സിൽ ആ ഒരു വ്യക്തി മാത്രമായിരിക്കും കേട്ടോ. രണ്ടാമത് അവന് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, ഇത് തുടങ്ങാനും അതേപോലെ തന്നെ ക്ലോസ് ചെയ്യാനും നമുക്ക് എന്തില്ല, ഒരു ലീഗൽ എൻറ്റിറ്റി ഇല്ല. എന്തില്ല? ഒരു ലീഗൽ എൻറ്റിറ്റി ഇല്ല, അല്ലെങ്കിൽ ലീഗൽ ഫോർമാലിറ്റി ഇല്ല. മൂന്നാമത്തെ ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി, ഇവിടെ ഈ ഒരു വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അൺലിമിറ്റഡ് ലയബിലിറ്റി പറഞ്ഞില്ല. പ്രോഫിറ്റ് ഷെയറിങ്, സർപ്ലസ് മറക്കരുത്. നമ്മുടെ മിച്ചം വരുന്ന ഫണ്ട് എന്താണ്? സർപ്ലസ്. മിച്ചം വരുന്ന ഫണ്ട് സർപ്ലസ്. ഇവിടെ സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ചെലവും എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന ഫണ്ട് ആർക്കെടുക്കാം? നമ്മുടെ ഈ സോൾ ട്രേഡിങ്ങിന് എടുക്കാൻ പറ്റും. അതിനുശേഷം പഠിച്ച പോയിന്റ് ഡിമെറിറ്റ്സ് പറഞ്ഞു. ഡിമെറിറ്റ്സിൽ ലിമിറ്റഡ് റിസോഴ്സസ്. ഇവിടെ ഫണ്ട് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ പുള്ളിയുടെ എന്താ പേഴ്സണൽ സേവിങ് എടുക്കണം, അല്ലെങ്കിൽ കടം വാങ്ങിയ ഫണ്ട് എടുക്കണം. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഇവിടുത്തെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഡെപ്റ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റി നികത്താം. ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ്. എന്താ ലിമിറ്റഡ് ലൈഫ്? അതായത് പുള്ളിക്കാരൻ എന്തിനും പറ്റിക്കഴിഞ്ഞാൽ, സോൾ ട്രേഡറിന് എന്തിനും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നോക്കി അൺലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് മാനേജർ സ്കില്ല്, മാനേജർ ലയബിലിറ്റി. ഓക്കെ, ജോയിന്റ് ഹിന്ദു ഫാമിലി മറക്കരുത്, ഇമ്പോർട്ടന്റ്. രണ്ട് ടോപ്പിക്കേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ 2 ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാക്സിമം മാർക്ക് ഇവിടെ നിന്ന് നമുക്ക് സ്കോർ ചെയ്ത് പോവാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ, പലവരും എന്ത് എഴുതും, ആ പോയിന്റുകൾ മാത്രം എഴുതി വെക്കും. പിന്നെ ചിലവർക്ക് പഠിക്കുന്ന സമയത്ത് തെറ്റിപ്പോവും. എന്താണ് ഇവിടെ എഴുതേണ്ടത്, ഈ സെയിം പോയിന്റ്സ് തന്നെ അപ്പുറത്തും വരും. അപ്പോ എങ്ങനെ എഴുതുന്ന ഒരു ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എന്താണ് ടോപ്പിക് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. എന്താണ് ടോപ്പിക് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ജോയിന്റ് ഹിന്ദു ഫാമിലി അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അവിടെ എന്തൊക്കെയാ സംഭവിക്കണം എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ ചില സമയത്ത് ചിലവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു ഐഡിയ കിട്ടൂല. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ് മക്കളെ. എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ സോൾ ട്രേഡിങ്, ഒരൊറ്റ മനുഷ്യൻ നടത്തുന്ന ബിസിനസ് ആണ് സോൾ ട്രേഡിങ്. അപ്പൊ അതും ഒരു ഉപകാരമായിട്ടിരിക്കും. ഓക്കെ, അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി, ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടാ. നോക്കി അടുത്തൊരു ടോപ്പിക്ക് പോവാ. അടുത്ത ടോപ്പിക്കാണ് ഡിമെറിറ്റ്സ് പറഞ്ഞു. പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നു അവിടെ പാർട്ട്ണർഷിപ്പ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് 2 ടോപ്പിക്കിൽ. ആദ്യത്തത് ഒരൊറ്റ വ്യക്തി നടത്തുന്നത്, രണ്ടാമത്തത് ഒരു ഫാമിലി ആയിട്ട്, മൂന്നാമത്തത് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഫോർമേഷൻ ഓഫ് ബിസിനസ് ആണ്. ഓക്കെ, ഞാൻ ഡെഫിനിഷൻ വായിക്കാം. പാർട്ട്ണർഷിപ്പ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ 2 or more person who have agreed to share the profit of a business carried on by all or any of them acting for all. അതായത് പാർട്ട്ണർ ഒരു വ്യക്തി മാത്രം ഉണ്ടെങ്കിൽ അതിന് പാർട്ട്ണർ എന്ന് പറയാൻ പറ്റൂ? ഇല്ല. രണ്ടിലധികം വ്യക്തികൾ നടത്തുന്ന ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റും. അതിൽ ഏറ്റവും വലിയ കാര്യം പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. പ്രോഫിറ്റ് ആയാലും ഷെയർ ചെയ്യണം, ലോസ് ആയാലും. ലോസ് ഷെയർ എന്ന് പറയാ, കാരണം പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യും, വേണ്ടേ? പാർട്ട്ണറാണ്. അതേപോലെ തന്നെയാണ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ലോസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അത് ഷെയർ ചെയ്യണം. ലോസ് ആണെങ്കിലും അത് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം പാർട്ട്ണർഷിപ്പ് പഠിച്ചത്, രണ്ടിലധികം വ്യക്തികൾ നടത്തുന്ന ഒരു ബിസിനസ്, അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റില്ല, ആ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതെന്ന് പറയാം. നമുക്ക് അതിനെന്ത് പറയാൻ പറ്റും, പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഏറ്റവും ആദ്യം പറയാൻ പോണത് ഇതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ഏറ്റവും ആദ്യം ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. എളുപ്പമാണെന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ, ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. liability. The liability of partners is
അൺലിമിറ്റഡ്. ഇവിടുത്തെ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ്. കാരണം എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് വരും, ലയബിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ബിസിനസിന്റെ ബിസിനസ് ഓടുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന രീതി അനുസരിച്ചിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്. അതായത് നമുക്ക് അവിടുത്തെ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും കിട്ടുന്നത്. മിക്കപ്പോഴും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എല്ലാ ബിസിനസ്സിലും നമുക്ക് ലയബിലിറ്റി അല്ലെങ്കിൽ കടമാണ് ഉണ്ടാവാറ്. അവിടെ നിന്നായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ഗ്രോത്ത് ഉണ്ടാവാം. ഓക്കെ, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ദി ഡെത്ത്, റിട്ടയർമെന്റ്, ഇൻസോൾവൻസി ഓഫ് എനി പാർട്ട്നേഴ്സ് ക്യാൻ ബി ബ്രിങ് ആൻ എൻഡ് ടു ദി ബിസിനസ്. ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞത് അല്ലെ. അവിടുത്തെ സോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ബിസിനസ് നിൽക്കും. കാരണം ഒരു ഒറ്റ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവിടെ കഴിയും. പിന്നെ രണ്ടാമത് പറഞ്ഞ കണ്ടിന്യൂറ്റി ഉണ്ട്. അവിടെ കറുത്ത മരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത കറുത്ത വരും. ഇവിടെ ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. ഇവിടെ ഒരു പാർട്ട്ണറിന് എന്തിനും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ആ ഒരു അപ്പുറത്തെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത 2 പാർട്ട്നേഴ്സ് ഉള്ളൂ, അതിലൊരു പാർട്ട്ണർ മരിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഈ പാർട്ട്ണറിന് ഒറ്റക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ബിസിനസ് അവിടെ എൻഡ് ആവും. കാരണം ആ ഇടുന്ന പാർട്ട്നേഴ്സിൽ ലോസ് ആയാലും നമ്മൾ ഷെയർ ചെയ്യും, പ്രോഫിറ്റ് ആയാലും നമ്മൾ ഷെയർ ചെയ്യും. ഒറ്റയടിക്ക് ആ പാർട്ട്ണർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ലോസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് ഡിവൈഡ് ചെയ്യാൻ വേറെ ഒരാളില്ല. നമ്മൾ ഒറ്റക്ക് തന്നെ നോക്കിയെടുക്കേണ്ടി വരും. അതായത് ആ ലയബിലിറ്റി മൊത്തം നമ്മൾ തീർക്കേണ്ടി വരും. ഓക്കെ, അപ്പോ ആദ്യത്തെ പോയിന്റ് ലയബിലിറ്റി അത് ഇവിടുത്തെ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. രണ്ടാമത്തെ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണറിന്, അതായത് 2 പാർട്ട്നേഴ്സിൽ ഒരു പാർട്ട്ണർ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്, ബിസിനസ് എൻഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. മ്യൂച്വൽ ഏജൻസി. The partnership business may be carried on by all or any one of them acting for all. അതായത് മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യത്തിനായാലും എല്ലാം ഒത്തൊരുമയോടെ ചെയ്യണം. കാരണം എന്താ അറിയോ, ഒത്തൊരുമയോടെ ചെയ്യണം എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു വാക്ക് തർക്കമായാലും ഒന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് നടന്നു പോകണമെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ നടന്നു പോകണമെങ്കിൽ ആ 2 വ്യക്തികൾ തമ്മിൽ മ്യൂച്വൽ റെസ്പെക്ട് വേണം, എല്ലാ കാര്യങ്ങളും വേണം. കാരണം ഇവർ 2 പേർക്കും ഈ ഒരു ബിസിനസ്സിൽ എന്തുണ്ട്, ഇൻക്ലൂഡഡ് ആണ്. ഒരാൾ മാത്രം എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരാൾ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോ മറ്റൊരു പാർട്ട്ണർ ചിന്തിക്കുക ഇവൻ ഡെയിലി വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവൻ വർക്ക് ചെയ്തോളൂ, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോളൂ, എനിക്ക് വെറുതെ അവിടെ നിന്ന് ആ ഷെയർ ആ ഒരു പ്രോഫിറ്റ് മാത്രം നോക്കിയാൽ മതി, പകുതി എടുത്താൽ മതി. അങ്ങനെയല്ല ശരിക്കും. അപ്പോ ആ ഒരു മറ്റൊരു പാർട്ട്ണറിന് എന്താവും, ഞാൻ മാത്രമാണ് ഇവിടെ ഈ എല്ലാ കാര്യം ചെയ്യണത്, എന്റെ ഒരു പാർട്ട്ണർ എന്നുള്ള പേര് മാത്രം അവൻ അവിടെ നിൽക്കുള്ളൂ. അപ്പൊ അവിടെ എന്ത് വരും, ഒരു ചെറിയൊരു തടസ്സം വരും അല്ലെ, വാക്ക് തർക്കം വരും. അങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ല. 2 പേര് തമ്മിൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട് വേണം. എല്ലാ കാര്യങ്ങളും ഒരേപോലെ ആയിരിക്കും ചെയ്യേണ്ടത്. ഫണ്ട് ഇടാനാണെങ്കിലും ആ ഫണ്ട് ഇടുന്നത് എങ്ങനെയായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് മ്യൂച്വൽ ഏജൻസി. ഏറ്റവും ആദ്യത്തെ പോയിന്റ് ലയബിലിറ്റി, രണ്ടാമത്തെ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, മൂന്നാമത്തെ മ്യൂച്വൽ ഏജൻസി, നാലാമത്തെ നമ്പേഴ്സ് ഓഫ് പാർട്ട്നേഴ്സ്. The minimum number of partners needed to start a partnership firm is 2. Minimum number of partners എന്ന് പറയുന്നത് 2 ആണ്. Minimum number of partners എന്ന് പറഞ്ഞാൽ 2 ആണ്. ഒരു വ്യക്തി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ അത് പാർട്ട്ണർഷിപ്പ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ ദി ഫേം അതായത് 2 ആണ്. ഇതാണ് ഫീച്ചേഴ്സ് 4 പഠിച്ചിരിക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ആദ്യത്തത് ലയബിലിറ്റി, ലാക്ക് ഓഫ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, ഒരു പാർട്ട്ണർ മരിച്ചു പോയി കഴിഞ്ഞാൽ ബിസിനസ് നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ ആ മറ്റൊരു പാർട്ട്ണർക്ക് മാത്രമായിരിക്കും എല്ലാ ലയബിലിറ്റി, കടവും വരെ ഡെപ്റ്റ്സ്, എല്ലാ ബിസിനസിന്റെ ഡെപ്റ്റ്സും എല്ലാ കാര്യങ്ങളും വരെ ആ ഒരു പാർട്ട്ണർ മാത്രമായിരിക്കും. ഓക്കെ, മൂന്നാമത്തെ മ്യൂച്വൽ ഏജൻസി, ആ മ്യൂച്വൽ റെസ്പെക്ട് തമ്മിൽ ആ 2 പാർട്ട്നേഴ്സ് തമ്മിൽ വേണം, എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടെ ചെയ്യണം, എല്ലാത്തിനും ആ 2 പാർട്ട്നേഴ്സ് ഒരുമിച്ചുണ്ടാവണം. നാലാമത്തെ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്, ഇവിടെ പാർട്ട്നേഴ്സിന്റെ എണ്ണം, മിനിമം പാർട്ട്നേഴ്സിന്റെ എണ്ണം 2 ആണ്. മിനിമം പാർട്ട്നേഴ്സിന്റെ എണ്ണം 2 ആണ്. ഓക്കെ, അടുത്തത് ഡീമെറിറ്റ്സ് ആണ് മക്കളെ പറയാൻ പോണത്. ഡീമെറിറ്റ്സ് ആണ് അടുത്ത് പറയാൻ പോണത്. നോക്കിയേ, അൺലിമിറ്റഡ് ലയബിലിറ്റി.
liability of all partners is unlimited. For repayment of business debts, there is personal property will be attached if business assets are in business assets. Okay. അപ്പോൾ ലൈബിലിറ്റി ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ഈസ് അൺലിമിറ്റഡ്. ഇവിടുത്തെ പാർട്ട്നേഴ്സിന്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. For repayment of business debts, there is personal property will be attached if the business asset. അതായത് ഇവിടുത്തെ ബിസിനസ്സിലേക്കുള്ള എന്താ നമ്മുടെ ഇവിടുത്തെ എഗ്രിമെന്റിൽ എന്താ നമ്മുടെ റീപേയ്മെന്റിനുള്ള ഇവിടുത്തെ ഒരു പാർട്ണർഷിപ്പ് നടത്തുമ്പോൾ നമ്മുടെ പൊതുവെ നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് എന്താ ഇവിടുത്തെ ഡോക്യുമെന്റ് അറ്റാച്ച്മെന്റ് ചെയ്യും. അതായത് ചില സമയത്ത് ചില പാർട്ട്നേഴ്സ് കടം വരുമ്പോൾ മുങ്ങിക്കളയെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ പേഴ്സണൽ പ്രോപ്പർട്ടി വെച്ച് അത് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത പോലെ ലിമിറ്റഡ് റിസോഴ്സസ്. ദർ ഈസ് എ restriction on the numbers of partners, hence capital contributed by them is also limited. അതായത് ഇവിടെ ഏറ്റവും വലിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ അഞ്ച് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു പാർട്ട്ണറിന് മാത്രം ഞാൻ കുറച്ച് കാശ് കൂടുതൽ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് ബിസിനസ്സിൽ ലോസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആ എക്സാക്ട് ലോസ് മാത്രമായിരിക്കണം ടോട്ടൽ നമ്പർ ഓഫ് എന്താ പാർട്ട്നേഴ്സിൽ എന്ത് ചെയ്യുക, ആ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അല്ലാണ്ട് ഒരു പാർട്ട്ണറോട് മാത്രം ആ എല്ലാ ലയബിലിറ്റി എന്ത് ചെയ്യാൻ പറയരുത്, നോക്കാൻ പറയരുത്. ഓക്കെ. ലിമിറ്റഡ് റിസോഴ്സസ്. പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ്, തടസ്സങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഓൺ സം ഇഷ്യൂസ് മേ ബി ലീഡ്സ് ടു ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ്. അതായത് ഡിസ്റെസ്പെക്ട്. ഓക്കെ. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ എന്ന് പറയുന്നത് എന്താ, പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ്, തടസ്സങ്ങൾ ഉണ്ടാവാൻ ചാൻസ്. ഡിഫറൻസ് ഒപ്പീനിയൻസ് പറയുമ്പോൾ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ എന്തുണ്ടാവും, തടസ്സങ്ങൾ ഉണ്ടാവും. കാരണം ഒരു പറയുന്ന ഒപ്പീനിയൻ മറ്റൊരു പാർട്ട്ണറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഷ്ടപ്പെടാത്ത അവസ്ഥ വരുമ്പോൾ എന്താ അവിടെ തടസ്സം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി പറയാലോ. Partners comes into the end with the death, retirement, insolvency of any partners. നമുക്ക് ഇവിടെ ആ ഒരു പാർട്ട്ണർ മരിച്ചു പോവുകയെ അല്ലെങ്കിൽ റിട്ടയർഡ് ആയി പോവുകയെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു ബിസിനസ് എന്തുണ്ടാവില്ല, കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. എ ഫേം ഈസ് നോട്ട് ലീഗലി റിക്വയർഡ് ടു പബ്ലിഷ് ഇറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ടു പബ്ലിക്. ചില കമ്പനീസ് അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വിടാൻ എന്തുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. As a result of the confidence of the public is partnership firm is generally low. അപ്പോ ചില സമയത്ത് ചിലപ്പോ എനിക്ക് എത്ര പാർട്ട്നേഴ്സുകൾ എടുക്കാം, അതായത് ഒരു ലിമിറ്റഡ് പാർട്ട്നേഴ്സ് എന്തോ മാക്സിമം മിനിമം 2 പാർട്ട്നേഴ്സിലും വേണം. അപ്പോ എന്റെ ഇപ്പോ 5 പാർട്ട്നേഴ്സുണ്ട്, ഞാൻ പാർട്ട്നേഴ്സിനെ തിരക്കി നടക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഇവിടെ എന്ത് ചെയ്യില്ല, എന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ പുറത്തേക്ക് കൊടുക്കണില്ല. ഓക്കെ. അപ്പോ ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ട്ണറിനെ എന്റെ കമ്പനി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് അവർക്ക് എന്തറിയില്ല, എന്റെ കമ്പനിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അറിയില്ല. അതായത് പ്രോഫിറ്റ് എത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ലോസ് ആണോ, ഇതൊന്നും അറിയൂല. അപ്പൊ പബ്ലിക്കിന്റെ ഇടയിൽ എന്തുണ്ടാവില്ല, എന്റെ ഒരു കമ്പനിയിൽ പാർട്ട്ണർ ആവാനായിട്ട് എന്തുണ്ടാവില്ല, ഇൻട്രസ്റ്റോ കോൺഫിഡൻസോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോ ഇന്ന് ഇത് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ്, ബാക്കി 2 പഠിക്കാനുള്ളൂ. ഒന്ന് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും, രണ്ടാമത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും. ഓക്കെ. 3 ഏറ്റവും വലിയ 3 ടോപ്പിക്കാണെന്ന് പഠിച്ചത്. ആദ്യത്തത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ സോൾ ട്രേഡിങ്, രണ്ടാമത്തെ ജോയിന്റ് ഹിന്ദു ഫാമിലി, മൂന്നാമത്തത് പാർട്ണർഷിപ്പ്. ഓക്കെ. പഠിച്ചിരിക്കുക കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാട്ടോ. ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷൻ എന്തായാലും പഠിക്കണം കേട്ടോ, എന്തായാലും പഠിക്കണം. ഇതിന് സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കട്ടോ. ഓക്കെ. താങ്ക് യു.